നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടിയിൽ പൊറുതിമുട്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ പല മാധ്യമങ്ങളിലും നാം ഏവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ള ഒരു പഠനമാണ് ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങളെ തുടച്ചു നീക്കുന്ന വാർത്തകൾ വരുമ്പോൾ അങ്ങനെയുള്ള കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗക്കാർ വളരെയധികം സുരക്ഷിതരാണെന്നും അവരുടെ ജനസംഖ്യയിൽ പോലും അഭൂതപൂർവമായ വളർച്ചയാണ് കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തുറന്നു പറയുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്നാൽ അതിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യാ നിരക്ക് തന്നെയാണത് വളരെയധികം കുറഞ്ഞതായും പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആഗോളതലത്തിൽ നിന്നുള്ള വിവരങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമന്ത്രിയുടെ തന്നെ സാമ്പത്തിക ഉപദേശക സമിതിയായ ESCPM തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ 1950 കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ഭാരതത്തിലെ സാഹചര്യങ്ങളെ പഠന വിധേയമാക്കി മാറ്റി വിശകലനം ചെയ്ത് അതേക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ള ഭൂരിപക്ഷ സമുദായങ്ങളുടെ ജനസംഖ്യാ നിരക്കും ഒപ്പം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജനസംഖ്യാ നിരക്കുമൊക്കെ തുലനം ചെയ്യുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷങ്ങളുടെ ജനസംഖ്യാ നിരക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് വിലയിരുത്താൻ കഴിയുന്നത്, പ്രത്യേകിച്ചും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ. എന്നാൽ ന്യൂനപക്ഷമാകട്ടെ ഏറെ ഭയാനകമാം വിധം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അമർച്ച ചെയ്യപ്പെടുന്നു, പലായനം ചെയ്യുന്നു, കൊല ചെയ്യപ്പെടുന്നു, അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. വളരെ വൈവിധ്യമാർന്ന അന്തരീക്ഷത്തിന് അനുകൂലമായ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഈ കണക്കിലൂടെ വ്യക്തമാകുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള 167 രാജ്യങ്ങളെ വിലയിരുത്തുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. 1950 മുതൽ 2015 വരെയുള്ള കാലയളവിനെ പഠന വിധേയമാക്കിയ ഈ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ശതമാനക്കണക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, മാൽദീവ്സ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ കണക്ക് പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമുദായത്തിലുണ്ടായ വ്യത്യാസം എത്രത്തോളമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ ഭൂരിപക്ഷ സമുദായം വർദ്ധിക്കുമ്പോൾ മ്യാൻമർ, ഇന്ത്യ, നേപ്പാൾ, മാൽദീവ്സ് എന്നീ രാജ്യങ്ങളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വർധനവല്ല, മറിച്ച് നിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് കണ്ടെത്താൻ കഴിയുന്നത്. മ്യാൻമറിൽ 9.84% കുറവും, ഇന്ത്യയിൽ 7.82% കുറവും, നേപ്പാളിൽ 3.61% കുറവും, മാൽദീവ്സിൽ 1.47% കുറവുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വളർച്ചാ നിരക്ക് ഭൂരിപക്ഷ സമുദായത്തിലുണ്ടായ രാജ്യങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ബംഗ്ലാദേശാണ്. 18.55%. രണ്ടാമതായി ഭൂട്ടാൻ 17.67%, ശ്രീലങ്കയും പാകിസ്ഥാനും 5.25, 3.75 എന്നീ നിരക്കിലാണ് നിലകൊള്ളുന്നത്. ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമുദായത്തിന്റെ വളർച്ചാ നിരക്കെന്ന് പറയുന്നത് കുത്തനെ കുറഞ്ഞ് 7.8%, ഏകദേശം 8%-അടുത്ത് കുറയുകയും ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാ നിരക്ക് മറുഭാഗത്ത് പരിശോധിച്ചാൽ കുത്തനെ ഉയരുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, സിഖ് വിഭാഗങ്ങളിലുള്ളവരുടെ വളർച്ചാ നിരക്ക്, ന്യൂനപക്ഷ സമുദായത്തിന്റെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ജൈന, പാഴ്സി മതത്തിൽപ്പെട്ടവരുടെ ജനസംഖ്യാ നിരക്കിൽ നേരിയൊരു കുറവും സംഭവിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജനസംഖ്യാ നിരക്കെന്ന് പറയുന്നത് 43.15% തന്നെ വർദ്ധിച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള ഒരു വർധനമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തൊട്ടടുത്തൊരു സമുദായം പരിശോധിച്ചാൽ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർക്ക് 5.3% വർധനവുള്ളത്. വലിയ തോതിലുള്ള വർധനമൊന്നും തന്നെ ഇക്കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സിഖ് വിഭാഗത്തിൽപ്പെട്ടവർ 6.58%, ബുദ്ധിസ്റ്റ് വിഭാഗത്തിൽ നേരിയൊരു വളർച്ചാ നിരക്കുമാണ് നമുക്ക് വായിച്ചെടുക്കാനായി കഴിയുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് ഈ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ക്രിസ്ത്യൻ, മുസ്ലിം മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിന് കഴമ്പില്ല എന്ന് തന്നെയാണ് ഇക്കാലയളവിൽ സംഭവിച്ച ഈ വളർച്ചാ നിരക്കിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അവർക്ക് എല്ലാ തരത്തിലും പരിപോഷിപ്പിക്കുന്ന രീതിയിൽ വളർന്ന് മുന്നോട്ട് വരേണ്ട രീതിയിലുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.
1950 ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 84%. അത് 2015 ആയപ്പോൾ 78% കുറഞ്ഞു. ഇതേ കാലയളവിൽ മുസ്ലിം സമുദായത്തിലെ ജനസംഖ്യ 9.84% ആയിരുന്നത് 14.09% ഉയർന്നതായും കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ത്യ കൂടാതെ നേപ്പാളിലും ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഇടിവ് രേഖപ്പെടുത്തി 3.6% അവിടെ കുറഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ അടുത്ത് പ്രസക്തമായ ഒരു വീഡിയോ ദൃശ്യം, അത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗം. 2004 കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ആന്ധ്രാപ്രദേശിലെ SC/ST സംവരണ വിഭാഗത്തിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സംവരണം നൽകാനായി അവർ തീരുമാനിച്ചു. മുസ്ലിം സംവരണം നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചുവെങ്കിലും അന്ന് അത് പരാജയപ്പെട്ടു. 2011 ഇത് രാജ്യത്തുടനീളം നടപ്പിലാക്കാനായി കോൺഗ്രസ് ശ്രമിച്ചു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർ അത് ചെയ്യാൻ ശ്രമിച്ചു. അവർ ഭരണഘടനയോ BR അംബേദ്കറെയോ കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. कांग्रेस की केंद्र में सरकार बनी, उसके सबसे पहले किए गए कामों में था, सबसे पहला काम था चुनाव जीतने के बाद आंध्र प्रदेश में SC/ST के रिजर्वेशन में से कमी करके मुसलमानों को रिजर्वेशन देने का प्रयास। ये एक पायलट प्रोजेक्ट था जिसे कांग्रेस पूरे देश में आजमाना चाहती थी। 2004 से 2010 के बीच